അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് മനോരമയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ച് അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ന്യൂസാണ്. ഈ മനോരമ പത്രമൊക്കെ കൂടുതൽ ആളുകൾ വായിക്കുന്ന ഒരു പത്രവും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന ഒരു പത്രവും ഒക്കെ ആയതുകൊണ്ട് അതിനപ്പം തിരുത്തു കൊടുക്കാതിരുന്നാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. മാത്രമല്ല, ഇത് ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇത് കാരണമാകും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ശക്തികൾ. ഈ വാർത്ത കൊടുത്ത ആളുകൾ, ഈ വാർത്ത നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ വാർത്ത ആരാണ് കൊടുത്തത് എന്ന്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ തരത്തിലുള്ള വാർത്തയാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇത്ര പോപ്പുലേഷനുള്ള മീഡിയകളൊക്കെ, പത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ഒരു പത്രത്തിനും ഒരു മീഡിയക്കും നല്ലതല്ല. അതിൽ കൊടുത്തിട്ടുള്ളത് സമസ്ത മുഷാവറ യോഗം 17-ന് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സത്യങ്ങളും അർദ്ധസത്യങ്ങളും കളവുകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വാർത്ത അതിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിന്, ഇൻഫർമേഷൻ വാർഫെയർ, മീഡിയ മാനിപ്പുലേഷൻ, ഇതുകൊണ്ടൊന്നും സമസ്തയെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുമെന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരും കരുതേണ്ട, വിചാരിക്കേണ്ട നടക്കുന്ന കാര്യമല്ല. എന്തായാലും വാർത്ത ഒന്ന് നമുക്ക് വായിക്കാം, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ പറയാം. മലപ്പുറം പുതിയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള അജണ്ടകളുമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുശാവറ യോഗം 17 ചേരും. ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ നിര്യാണത്തിന് ശേഷമുള്ള യോഗത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കും. സംഘടനയുടെ പരമോന്നത കൂടിയാലോചനാ സമിതിയായ മുശാവറയിലെ 6 ഒഴിവുകളിലേക്കും പകരക്കാരെ തെരഞ്ഞെടുത്തേക്കും. മുശാവറ അംഗങ്ങളിൽ നിന്നൊരാളെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നതാണ് സമസ്തയിലെ കീഴ്വഴക്കം. നിലവിലെ ട്രഷറർ പി ഉമർ മുസ്ലിയാർ കൊയ്യോട് പുതിയ ജനറൽ സെക്രട്ടറി ആകുമെന്നാണ് സൂചന. ജോയിന്റ് സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, മുക്കം ഉമർ ഫൈസി ഉൾപ്പെടെയുള്ള പേരുകളും ചർച്ചയിലുണ്ട്. സംഘടനയിൽ നിർണായക സ്വാധീനമുള്ള MT അബ്ദുള്ള മുസ്ലിയാർ നിലവിൽ പോഷക സംഘടനയായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയാണ്. സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് പുതിയ ജനറൽ സെക്രട്ടറി ആരാകുമെന്ന ആകാംക്ഷ നിലനിൽക്കുന്നത്. പാണക്കാട് കുടുംബവുമായും മുസ്ലിം ലീഗുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആലിക്കുട്ടി മുസ്ലിയാർ സമന്വയത്തിൻ്റെ വാക്താവായിരുന്നു. അദ്ദേഹത്തിന് പകരമെത്തുന്നയാളും അതേ ശൈലിയിലുള്ള ആളാകണമെന്ന പൊതുവികാരമുണ്ട്. അതിനാൽ കൊയ്യോട് പി ഉമർ മുസ്ലിയാരുടെയും MT അബ്ദുള്ള മുസ്ലിയാരുടെയും പേരിനാണ് മുൻതൂക്കം. ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള സമസ്തയുടെ 5ാമത്തെ ജനറൽ സെക്രട്ടറിയായ കെ ആലിക്കുട്ടി മുസ്ലിയാർ കഴിഞ്ഞ മാസമാണ് അന്തരിച്ചത്. പരമോന്നത കൂടിയാലോചനാ സമിതിയായ മുഷാവറയിൽ 40 അംഗങ്ങളാണുള്ളത്. നിലവിലുള്ള 6 പേരുടെ ഒഴിവുകളും അടുത്ത യോഗത്തിൽ നികത്തും. ഇതാണിപ്പോൾ ഈ വാർത്തയിലുള്ളത്. എത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കലുകളും അഭ്യൂഹങ്ങളും കളവുകളുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം തന്നെ, സമസ്ത ഔദ്യോഗികമായിട്ട് എവിടെയും പുറത്തുവിട്ടിട്ടില്ല അടുത്ത 17-ന് ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുമെന്ന്. ഒരുപക്ഷെ തെരഞ്ഞെടുത്തേക്കാം, തെരഞ്ഞെടുക്കുമെന്ന് എവിടെയും സമസ്ത പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയപ്പെട്ട ആളുകൾ, അതായത് ചർച്ചയിലുള്ളത് MT അബ്ദുള്ള മുസ്ലിയാരാണ്, പി ഉമർ മുസ്ലിയാർ കൊയ്യോടാണ്, അതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കാണ് തുടങ്ങിയ ഒരു കാര്യങ്ങളും സമസ്ത ഔദ്യോഗികമായി പുറത്തുവിട്ടതല്ല. ചിലപ്പോൾ ഇവരിലൊക്കെ ആരെങ്കിലും ആയേക്കാം, ഇവരല്ലാത്ത ആളുകളുമായേക്കാം, അപ്പോൾ ഇതൊന്നും സമസ്ത ഔദ്യോഗികമായി പുറത്തുവിട്ട കാര്യമല്ല. ഇനിയാണ് കറക്റ്റായിട്ട് സുഹാബികളുടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇതെന്തിനാണ് ഇതിലേക്ക് കുതികാറ്റിയത്? സമസ്തയിലെ ഒരു വിഭാഗവുമായിട്ടല്ല, ഭിന്നത ഉണ്ടെങ്കിൽ തന്നെ സമസ്തയുമായിട്ടാണ് ഭിന്നത, സമസ്തയുടെ ആശയ ആദർശങ്ങളുമായിട്ടാണ് ഭിന്നത. അങ്ങനെ ഒരു ഭിന്നത മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിനില്ല. മുസ്ലിം ലീഗിൻ്റെ ആശയം വേറൊന്നാണ്, സമസ്തൻ്റെ ആശയം വേറൊന്നാണ്. ആശയപരമായ ഭിന്നത എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെയും സമസ്തൻ്റെയും ഇടയിൽ ഉണ്ടാകുന്നത്? ഇനി അങ്ങനെ ഭിന്നത ഉണ്ട്. മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്ന ഒരു വിഭാഗം, സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വിഭാഗത്തിനാണ് ഭിന്നത ഉള്ളത്. അവരെ പിന്തുണക്കുന്ന ആളുകൾ ചിലപ്പോൾ മുസ്ലിം ലീഗിലും ഉണ്ടായിരിക്കാം. അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? സമസ്തയുടെ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതിൽ ആ ഒരു വിഷയം ഒരു നിലക്കും സ്വാധീനിക്കില്ല. മാത്രമല്ല, ഇപ്പോൾ നിലവിൽ പ്രസിഡൻ്റായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്ത അതിനെ സ്വാധീനിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും കഴിയൂല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയൂല, ഒരു സ്വഹാബികൾക്കും കഴിയില്ല, പുറത്തുള്ള ഒരു വക്താക്കൾക്കും കഴിയില്ല എന്നുള്ളത് ഇതിനകം തെളിയിച്ച കാര്യമാണ്. അത് പൊതുമാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും വരെ അറിയാം.
ജിഫ്രി തങ്ങളുടെ നിലപാട് എന്താണ്, അദ്ദേഹത്തെ ആർക്കെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള ഇത് കൃത്യമായിട്ട് പച്ചവെള്ളം പോലെ ഇന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സമസ്തനെ സ്വാധീനിക്കാൻ ഇങ്ങനത്തെ ഭിന്നിപ്പിനോ അല്ലെങ്കിൽ ഇത്തരം കുത്തിത്തിരിപ്പിനോ ഒന്നും സാധ്യമല്ല. ഇത്തരം മീഡിയ മാനിപ്പുലേഷൻ കൊണ്ട് ഇത്തരം ആളുകളെ ഇവർ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സമ്മർദ്ദതന്ത്രം അതൊരിക്കലും വിജയിക്കുന്ന കാര്യമില്ല. മാത്രമല്ല സമസ്ത ആരെ പ്രഖ്യാപിച്ചാലും അതിൻ്റെ അണികൾ 100% അത് അംഗീകരിക്കാൻ അതിനെ ശിരസ വഹിക്കാൻ തയ്യാറാണ് താനും. അപ്പോൾ അതുകൊണ്ട് അത്തരം കളികളൊന്നും ഇവിടെ നടക്കില്ല എന്നർത്ഥം. ഇതുകൊണ്ടൊന്നൊരു കാര്യമല്ല. പക്ഷേ സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ദിവസത്തിനാണെങ്കിൽ ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുമല്ലോ, ഏകദേശം അടുത്ത തന്നെ തീരുമാനിക്കും, തിരഞ്ഞെടുക്കും. പക്ഷേ ആ കുറച്ച് ദിവസത്തിനുള്ളിലെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കാണ്ട് കുറേ ആളുകളിൽ നിരാശ പടർത്തുക, ഇതൊക്കെയാണ് ഇവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പറയുന്ന കാര്യം നോക്കും നിങ്ങളെ. പാണക്കാട് കുടുംബമായും മുസ്ലിം ലീഗുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആലിക്കുട്ടി മുസ്ലിയാർ സമന്വയത്തിൻ്റെ വക്താവായിരുന്നു. ഇതിൽ പറയേണ്ട കാര്യം എന്താണ്? ഒരു സമസ്തയുടെ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി സമസ്തൻ്റെ നിലപാടാണ്, ആദർശ നിലപാടാണ്. ആ നിലപാടിൽ മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ മരണം വരെ നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു തൗഫീഖ് കൂടിയാണ്. കണിശമായിരിക്കുന്ന ആദർശ നിലപാട് പിന്തുടർന്ന ആളാണ്. ലോകോത്തരമായി അത് തെളിയിക്കപ്പെട്ടതാണ്. റാബിത്തയുടെ യോഗങ്ങളിൽ വരെ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ കാര്യം നടപ്പാക്കാൻ നിന്നപ്പോൾ ആ ഫത്വയെ തിരുത്താൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്ത ആളാണ് ആലിക്കുട്ടി ഉസ്താദ്. മാത്രമല്ല അവസാനം CIC-യുമായി ബന്ധപ്പെട്ട് സമസ്ത എടുത്ത അവസാനത്തെ തീരുമാനം അടിയുറച്ച് അതിൻ്റെ കൂടെ നിന്ന് കൃത്യമായ തീരുമാനം നടപ്പിലാക്കിയ ആളുകൂടിയാണ് ആലിക്കുട്ടി ഉസ്താദ്. എന്നിട്ട് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ വരികളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പകരക്കാരനായി എത്തുന്ന ആൾ അതേ ശൈലിയിലുള്ള ആളാവണമെന്ന പൊതുവികാരമുണ്ട്. അതായത് ഈ സമന്വയത്തിൻ്റെ വക്താവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ CIC പോലുള്ള സംസ്ഥയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളെ കൂടി കൂട്ടിപ്പിടിക്കുന്ന ആൾ എന്നാണ് ഇവർ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുമായിട്ട് ആലിക്കുട്ടി ഉസ്താദിന് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. ആലിക്കുട്ടി ഉസ്താദിന് കുടുംബ ബന്ധം ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ ആദർശബന്ധം ഒരിക്കലും ഇല്ല. അപ്പോൾ ആലിക്കുട്ടി ഉസ്താദിൻ്റെ പകരക്കാരൻ എത്തുന്ന ആളും അങ്ങനത്തെ ആൾ തന്നെ ആയിരിക്കും. എന്നിട്ട് പറയുന്നത് അതിനാൽ കൊയ്യോട് PP ഉമർ മുസ്ലിയാരെയും MT അബ്ദുള്ള മുസ്ലിയാരെയും പേരിനാണ് മുൻതൂക്കം എന്നാണ്. അപ്പോൾ ഒരു വിഭാഗത്തിന് ഇങ്ങനെ സമസ്തയിൽ 2 വിഭാഗം ഉണ്ടെന്ന് വരുത്തി തീർക്കുകയും ബഹുമാനപ്പെട്ട MT ഉസ്താദും കൊയ്യോട് ഉസ്താദും ഒക്കെ ഈ സമന്വയത്തിൻ്റെ വക്താക്കൾക്കൊപ്പമാണ്. അതായത് ഈ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് സമസ്തയുടെ മുഴുവൻ തീരുമാനങ്ങളെ അംഗീകരിക്കാതെ പുറത്തു നിൽക്കുന്ന ആളുകൾക്കൊപ്പമാണ്, ബാക്കിയുള്ളവരൊക്കെ സമസ്തക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദിനെ MT ഉസ്താദിനൊക്കെ നിന്ദിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരം ആളുകളോടൊക്കെ പറയാനുള്ളത് സമസ്തയിലെ എല്ലാവരും സമസ്ത എടുക്കുന്ന തീരുമാനത്തിനൊപ്പമാണ്. ആ തീരുമാനത്തിനൊപ്പം നിൽക്കാത്ത ആളുകളെ സമസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്, എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, പഴയ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അവസാന കാലത്ത് പോലും അതുണ്ടായി. സമസ്തയുടെ പരമോന്നത ബോഡിയായ മുഷാവറയിൽ നിന്ന് പോലും എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ സമസ്തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ മാത്രമേ സമസ്തയിലുള്ളൂ. അല്ലാത്ത ആളുകളെ സമസ്ത നുള്ളിക്കളയും, മുളയിലെ നുള്ളിക്കളയും. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം ഇപ്പോൾ അടുത്ത് പോലും മാസങ്ങൾക്കപ്പുറത്ത് പോലും സംഭവിച്ചതാണ്. അതുകൊണ്ട് സമസ്തയുടെ ഉള്ളിൽ ഡിവൈഡ് ഉണ്ടാക്കാനോ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ നൽകി സമസ്തയെ സമ്മർദ്ദത്തിലാക്കുക എന്ന മീഡിയ മാനിപ്പുലേഷൻ എന്ന തന്ത്രം കൊണ്ട് സമസ്തയിലേക്ക് കടന്നു വരാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അടവ് അവിടെ വെച്ചോളൂ. ഇവിടെ ജിഫ്രി തങ്ങളാണുള്ളത്. ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലാഭം ഇതുകൊണ്ടുണ്ടായേക്കാം, താൽക്കാലികമായിട്ട്. അപ്പോൾ നമുക്ക് പോലും ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ആരെ സമസ്ത തിരഞ്ഞെടുക്കുമെന്നുള്ളത്. അതാണ് സമസ്തൻ്റെ പവർ. ആരെയാണ് അടുത്ത മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കുക, ആ അംഗങ്ങൾ ആരാണ്, നമുക്ക് ഊഹിക്കാനോ നമുക്ക് അത് ചർച്ച ചെയ്യാനോ പോലും കഴിയാത്ത വിധമാണ് ആ സമസ്തൻ്റെ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുക. അതുകൊണ്ട് അത് ആ ദിവസം വരെ കാത്തിരിക്കുക. സമസ്ത 17-ാം തീയതിയാണ് യോഗം കൂടുന്നത് തീരുമാനിക്കുന്നതെങ്കിൽ അന്ന് വരെ, അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അന്ന് വരെ കാത്തിരിക്കുക. ഇതാണ് ഒരു നല്ല സമസ്തക്കാരനായ ഒരു വ്യക്തിയുടെ നല്ല അച്ചടക്കമുള്ള സ്വഭാവം എന്ന് പറയുന്നത്. അല്ലാതെ ഇത്തരം കുത്തിത്തിരിപ്പുണ്ടാക്കി ന്യൂസ് കൊടുക്കുന്നതല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ആരും ഇത്തരം ന്യൂസുകളിലൊന്നും വഞ്ചിതരാവരുത്, തെറ്റിദ്ധരിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.